കോൺഗ്രസിൽ ആരാണ് ക്യാപ്റ്റൻ? നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പ് വിജയത്തോടെ കോൺഗ്രസിലെ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. നിലമ്പൂരിന്റെ വിജയശില്പി ആരെന്ന വിവാദത്തിന് പിന്നാലെ ക്യാപ്റ്റൻ ആരെന്ന ചോദ്യമാണ് കോൺഗ്രസിലെ പുതിയ ചർച്ച. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്യാപ്റ്റനെന്ന് വിശേഷിപ്പിച്ചതില് പരിഭവമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടതോടെയാണ് പാർട്ടിയിൽ വീണ്ടുമൊരു വിവാദത്തിന് തിരികൊളുത്തിയത്. താനും ഉമ്മൻചാണ്ടിയും മുന്നണിയെ നയിച്ചിരുന്നപ്പോൾ വിവിധ ഉപതിരഞ്ഞെടുപ്പുകളില് വിജയമുണ്ടാക്കിയിരുന്നു. അന്നൊന്നും തങ്ങളെ ആരും ക്യാപ്റ്റൻ എന്നൊന്നും വിശേഷിപ്പിച്ചിരുന്നില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തികേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അദ്ദേഹം മേജറാണ്. എം സ്വരാജിന് മുന്നണിക്ക് പുറത്തുള്ള അധിക വോട്ടുകൾ ലഭിച്ചില്ലെന്ന് CPIM. സംഘടനാ ദൗർബല്യങ്ങളും രാഷ്ട്രീയ സാഹചര്യവും തോൽവിക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. പുറത്തുനിന്ന് നേതാക്കളെത്തിയ ശേഷമാണ് പല പ്രദേശങ്ങളിലും കമ്മിറ്റികൾ സജീവമായത്. അതുവരെ പ്രവർത്തനം ശരിയായിരുന്നില്ലെന്ന അഭിപ്രായവുമുണ്ട്. നിലമ്പൂരിൽ എം സ്വരാജിനിറ വ്യക്തിപ്രഭാവത്തിന് വോട്ട് ലഭിച്ചില്ലെന്ന് CPIM വിലയിരുത്തിയിരുന്നു. മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകൾക്ക് അപ്പുറമുള്ള വോട്ടുകൾ ലഭിച്ചില്ലെന്നാണ് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിനിറ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം സംബന്ധിച്ച് വ്യത്യസ്ത നിരീക്ഷണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ തോൽവി ആഴത്തിൽ പഠിക്കാനാണ് സിബിയുടെ തീരുമാനം. ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ജബൽ അലി മെട്രോ സ്റ്റേഷന്റെ പേര് നാഷണൽ പെയിന്റ്സ് ഫാക്ടറീസ് കമ്പനി ലിമിറ്റഡിന് നൽകിയതായി പ്രഖ്യാപിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പെയിന്റ് ആൻഡ് കോട്ടിംഗ്സ് നിർമ്മാതാക്കളായ നാഷണൽ പെയിന്റ്സിന് ദുബായിലെ ഏറ്റവും ചലനാത്മകവും വേഗത്തിൽ വികസിക്കുന്നതുമായ വ്യവസായ കേന്ദ്രമായ ജബൽ അലി ഫ്രീ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ അടുത്ത 10 വർഷത്തേക്ക് നാഷണൽ പെയിന്റ്സ് മെട്രോ സ്റ്റേഷൻ എന്ന പേര് ഉപയോഗിക്കും. RTAയുടെ അംഗീകൃത കൺസെഷണറായ മദ മീഡിയയുടെ സാന്നിധ്യത്തിൽ നാഷണൽ പെയിന്റ്സും ഹൈപ്പർ മീഡിയയും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. മദ മീഡിയയും RTAയും തമ്മിലുള്ള കൺസെഷൻ കരാർ പ്രകാരമാണ് ഈ ക്രമീകരണം. വീണ്ടും സമരത്തിനൊരുങ്ങി ഫിലിം ചേംബര്. നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ജൂലൈ 15-ന് അകം സൂചന പണിമുടക്ക് നടത്താനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാന് കത്ത് നൽകി. ഓഗസ്റ്റിലെ സിനിമാ കോൺക്ലേവ് ബഹിഷ്കരിക്കുമെന്നും ഫിലിം ചേംബര് വ്യക്തമാക്കി. സമരവുമായി മുന്നോട്ടു പോകരുതെന്ന് ഫിലിം ചേംബറിനോട് മന്ത്രി സജി ചെറിയാന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സമരം ചെയ്യരുതെന്നും പ്രശ്ന വിഷയങ്ങളിൽ ചർച്ചയാവാമെന്നും മന്ത്രി സംഘടനയെ അറിയിക്കുകയായിരുന്നു. കോട്ടയം പള്ളിക്കത്തോട് മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. ഇളമ്പള്ളി സ്വദേശി സിന്ധുവാണ് മരിച്ചത്. സിന്ധുവിന്റെ മകൻ അരവിന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമിതമായ ലഹരി ഉപയോഗം മൂലം മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് അരവിന്ദെന്ന് പോലീസ് അറിയിച്ചു. പള്ളിക്കത്തോട് കവലയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ് സിന്ധു. ഇന്ന് വൈകിട്ടാണ് സിന്ധുവിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തുമ്പോൾ അരവിന്ദ് മൃതദേഹത്തിന് അടുത്ത് തന്നെയുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് നടന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ സെക്രട്ടറി MV ഗോവിന്ദനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച നേതാക്കൾ. ഒരു സ്വകാര്യ ചാനലിലെ അഭിമുഖത്തിൽ RSSുമായി അടിയന്തരാവസ്ഥ കാലത്ത് സഹകരിച്ചുവെന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിലമ്പൂരിലെ തോൽവിയുടെ ആക്കം കൂട്ടിയത് സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശമാണെന്ന കുറ്റപ്പെടുത്തലാണ് നേതാക്കൾ നടത്തിയത്. RSS സഹകരണവുമായി ബന്ധപ്പെട്ട MV ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂരിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കിയെന്നും വിമർശിക്കപ്പെട്ടു. ഉച്ചക്കട വട്ടവിളയിലുള്ള തടിമില്ലിൽ തീപിടിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് കൃത്യസമയത്തെത്തി തീയണച്ചതോടെ വൻ ദുരന്തമൊഴിവായി. രാവിലെ 5 മണിയോടെ മില്ലിന് സമീപം തീയും പുകയും ഉയരുന്നതു കണ്ട തടിമില്ലിലെ ജീവനക്കാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. പിന്നാലെ വിഴിഞ്ഞം യൂണിറ്റിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അലി അക്ബറിന്റെ നേതൃത്വത്തിൽ 7-അംഗ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. രാത്രി പെയ്ത മഴയിൽ വെള്ളം സ്വിച്ച് ബോർഡിൽ വീണുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തീപിടിച്ച മില്ലിനോട് ചേർന്നുണ്ടായ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഫർണിച്ചർ ഉരുപ്പടികൾ കത്തിപ്പോയി. നഷ്ടം കണക്കാക്കിയിട്ടില്ല. മരത്തടികളും വിറകും മരപ്പൊടിയും നിറഞ്ഞ മില്ലിൽ തീ പടർന്നു തുടങ്ങിയ സമയത്ത് തന്നെ ഫയർഫോഴ്സിന് എത്താനായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഫയർഫോഴ്സ് തീയണച്ച് മടങ്ങിയ ശേഷം പ്രദേശത്ത് വീണ്ടും മഴ തുടങ്ങി. ന്യൂസ് ഡെസ്ക് ZCO ന്യൂസ്. നിലപാടിലെ കണിശതയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് നടൻ ജോയ് മാത്യു. സാധാരണ പൗരൻ കാണുന്നതുപോലെയാണ് താനും കാണുന്നത്. ഒരാൾ സമ്മതിദാന അവകാശം ആർക്ക് കൊടുക്കുന്നു എന്നതിലാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അസഹിഷ്ണുത പുലർത്തുന്ന പാർട്ടിക്കെതിരെയാണ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചത്. സ്വരാജ് നല്ല മനുഷ്യനും പാർട്ടിക്കാരനുമാണ്. പക്ഷേ നല്ല പൊതുപ്രവർത്തകനല്ല. അൻവർ അല്ല ഏത് പൊട്ടൻ നിന്നാലും ആ വോട്ട് കിട്ടും. കടന്നലിനെ UDFൽ എടുക്കാതിരുന്നതിൽ വി.ഡി. സതീശന് സല്യൂട്ട് ചെയ്യുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിന്.
ഹൃദയമിടിപ്പും ശ്വസനവും ജീവന് രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം തുടരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു. നിലമ്പൂര് ഉപതിരഞ്ഞെടുപ്പ് ക്രെഡിറ്റ് വിവാദത്തിലെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താന് MP. വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാന് ആരും നോക്കരുതെന്നും രമേശ് ചെന്നിത്തലയുടെ നീക്കം പുതിയ പ്രവണതയെന്നും രാജ്മോഹൻ ഉണ്ണിത്താന് പറഞ്ഞു. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും വിജയത്തിലെ നിർണായക പങ്കെന്ന് രാജ്മോഹൻ ഉണ്ണിത്താന് പറഞ്ഞു. ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെച്ച സംഭവത്തില് സിനിമയ്ക്ക് പിന്തുണയുമായി ഫെഫ്ക തിങ്കളാഴ്ച സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന സമരം നടത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് K. കുഞ്ഞികൃഷ്ണന് 2023 പുരസ്കാരത്തിനാണ് അർഹനായത്. മലയാള ടെലിവിഷന് രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. K. കുഞ്ഞികൃഷ്ണന് പുരസ്കാരം നൽകുന്നതിന് തെരഞ്ഞെടുത്തതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. 2 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. എറണാകുളം ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മലയാറ്റൂർ, നീലീശ്വരം പഞ്ചായത്തിലെ ഫാമുകളിലെ പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലയാറ്റൂർ, നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ പന്നി ഇറച്ചി വിൽപ്പന നിരോധിച്ചു. പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രോട്ടോകോൾ പ്രകാരം ഫാമിലെ 34 പന്നികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉച്ചയോടെ കൊന്നു സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക് ZCO ന്യൂസ്. തിരുവനന്തപുരത്ത് ഓൺലൈന് തട്ടിപ്പില് കുരുങ്ങിയ യുവതിയെ കാണാനില്ല. കിളിമാനൂര് സ്വദേശി പാർവതിയെയാണ് കാണാതായത്. സ്വകാര്യ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിക്കെന്ന് പറഞ്ഞാണ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പാർവതിയുടെ മുറിയിൽ നിന്നും കുറിപ്പ് കണ്ടെത്തി. പിടിച്ചു നിൽക്കാന് വഴിയില്ലെന്നും ഞാന് മാത്രമാണ് എല്ലാത്തിനും ഉത്തരവാദിയെന്നും കത്തിലുണ്ട്. പാർവതിയുടെ ബന്ധുക്കള് പോലീസില് പരാതി നൽകി. യുവതിയുടെ ടെലിഗ്രാം പരിശോധിച്ചതിൽ നിന്നും 4.5 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിന്റെ രേഖകൾ കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് ZCO ന്യൂസ്. ഫോണ് ചോർത്തല് വിവാദത്തില് PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. IPS ഉദ്യോഗസ്ഥരുടെ ഫോണ് ചോർത്താന് അൻവറിന് എന്തധികാരമെന്ന് കോടതി ചോദിച്ചു. അൻവര് ഒരു സമാന്തര ഭരണമായി പ്രവർത്തിക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. ഫോണ് ചോർത്തലില് പോലീസിന്റെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് സർക്കാരിനോട് കോടതി ആരാഞ്ഞു. എന്നാല് ഫോണ് ചോർത്തലില് കാര്യമായ തെളിവ് കണ്ടെത്താനായില്ലെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. തെളിവ് കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ആശീര നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വിദ്യാർത്ഥികളെ കൊണ്ട് മാർക്ക് കുറഞ്ഞാല് താഴെയുള്ള ക്ലാസ്സില് പോയിരിക്കാം എന്ന് എഴുതി വാങ്ങാറില്ല എന്ന മാനേജ്മെന്റ് വാദം പൊളിഞ്ഞു. ക്ലാസ്സിലെ മറ്റൊരു വിദ്യാർത്ഥിനിയെ കൊണ്ട് സ്കൂള് മാനേജ്മെന്റ് സ്വന്തം കൈപ്പടിയിൽ എഴുതി വാങ്ങിച്ച കുറിപ്പ് ലഭിച്ചു. പരീക്ഷയില് മാർക്ക് കുറഞ്ഞാല് 9ാം ക്ലാസ്സിൽ നിന്ന് 8ാം സ്റ്റാൻഡേർഡില് പോയി പഠിക്കാം എന്ന് ആശീര നന്ദയുടെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി എഴുതി നൽകിയ കുറിപ്പാണ് പുറത്തുവന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വാങ്ങിയിട്ടില്ല എന്നായിരുന്നു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ മാനേജ്മെന്റ് വാദം. ആശീര നന്ദയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ബന്ധുക്കള് ആരോപിക്കുന്ന 3 അധ്യാപകരെ പുറത്താക്കുമെന്ന് മാനേജ്മെന്റ് ഇന്നലെ അറിയിച്ചിരുന്നു. തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിലൂടെ കാർ ഓടിച്ച് 34കാരി. കൊണ്ടഗൽ ശങ്കരപ്പള്ളി റൂട്ടിലെ റെയിൽവേ ട്രാക്കിലൂടെയാണ് കാർ ഓടിച്ചത്. 7 കിലോമീറ്ററോളം യുവതി ട്രാക്കിലൂടെ കാറിൽ സഞ്ചരിച്ചു. ഏറെ പണിപ്പെട്ടാണ് കാർ നിർത്തിച്ചത്. നഞ്ചക ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയാണ് യുവതിയെന്ന് പോലീസ്. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഗവർണറെ നിലപാട് അറിയിച്ചു മുഖ്യമന്ത്രി. ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സർക്കാർ പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ലെന്ന് ഓർമ്മപ്പെടുത്തൽ. MV ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനം. പാർട്ടിക്ക് വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടെന്ന പാർട്ടി സെക്രട്ടറിയുടെ പരാമർശം ദോഷം ചെയ്തെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തല്. അനവസരത്തിലുള്ള ഇത്തരം പ്രസ്താവനകള് പലപ്പോഴും പാർട്ടിക്ക് ദോഷകരമാകാറുണ്ട്. 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പ്രധാനമായും വിമർശനം ഉന്നയിച്ചത്. പത്തനംതിട്ട ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ N. രാജീവനെ സസ്പെൻഡ് ചെയ്തു. അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും മറ്റൊരു കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉത്തരവ്. വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്.
സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശൂര്, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ജൂൺ 25 മുതൽ 28 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 26 മുതൽ 28 വരെ കേരളത്തിന് മുകളിലെ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പ്രിയ നടൻ ഇന്നസെന്റിന്റെ കൊച്ചുമകൻ ഇന്നസെന്റ് സോണറ്റ്, നടൻ ടിനി ടോമിന്റെ മകൻ ആദം ഷം ടോം, നിർമ്മാതാവും നടനുമായ ബാദുഷയുടെ മകൻ സാഹിർ ബാദുഷ, അക്വാ ടോണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി IM എലിയാസ് തിരക്കഥയെഴുതി സംവിധാനം നിർവഹിക്കുന്ന ഹായ് ഗൈസ് എന്ന സിനിമയുടെ പൂജാകർമ്മം തൃശൂർ പുതുക്കാട് ഹോളിഡേ പാർക്കിൽ വെച്ച് നിർവഹിച്ചു. അങ്ങനെ ഇന്നസെന്റിന്റെ മകന്റെ മകൻ ഇന്നസെന്റ് തന്നെയാണ്. ഈ ഇന്നസെന്റിനെ കുറിച്ച് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടു. ഇന്നസെന്റ് എല്ലാ കഴിവും ഒത്തിണങ്ങിയ ഒരു കൊച്ചുമകനാണ്. അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇന്നസെന്റ് തമാശകളും ആ എല്ലാ കാര്യങ്ങളും ദൈവം അനുഗ്രഹിച്ച് കൊടുക്കും എന്നുള്ളത് ഞാൻ പല സ്ഥലത്തും നിന്ന് കേട്ടു. എന്തായാലും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് എന്തായാലും 10 ഗുണം 10 ഗുണം ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല ഒരിക്കലും. സിനിമയുടെ ചോറ് തിന്നിട്ടുള്ള തലമുറകളും അവരുടെ മക്കളെല്ലാം സിനിമയിലേക്ക് കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ടിനിയാണ് ഒരു ദിവസം വിളിച്ചിട്ട് മോൻ അഭിനയിപ്പിക്കുമെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചോക്കെ എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകനും ഗുരുനാഥ സ്ഥാനത്തുള്ള മുകേഷ് മുഖത്തറ പ്രൊഡക്ഷനിൽ തന്നെ വിളിച്ചു. ഇനി പറഞ്ഞതിലൊരു കാര്യമുണ്ട്, മോനെ സിനിമയിൽ അഭിനയിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ വന്ന് അവൻ്റെ അമ്മയോടോ അവനോടോ ചോദിക്കും, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവരങ്ങനെ വീട്ടിൽ നിന്ന് അമ്മയോടും മോനോടും പ്രിയ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി വന്ന് കഥയൊക്കെ പറയുന്നു. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. MV ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനം. പാർട്ടിക്ക് വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടെന്ന പാർട്ടി സെക്രട്ടറിയുടെ പരാമർശം ദോഷം ചെയ്തെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തല്. അനവസരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ പലപ്പോഴും പാർട്ടിക്ക് ദോഷകരമാകാറുണ്ട്. 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പ്രധാനമായും വിമർശനം ഉന്നയിച്ചത്. പത്തനംതിട്ട ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ N രാജീവനെ സസ്പെൻഡ് ചെയ്തു. അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും മറ്റൊരു കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉത്തരവ്. വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശൂര്, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ജൂൺ 25 മുതൽ 28 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 26 മുതൽ 28 വരെ കേരളത്തിന് മുകളിലെ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പ്രിയ നടൻ ഇന്നസെന്റിന്റെ കൊച്ചുമകൻ ഇന്നസെന്റ് സോണറ്റ്, നടൻ ടിനി ടോമിന്റെ മകൻ ആദം ഷം ടോം, നിർമ്മാതാവും നടനുമായ ബാദുഷയുടെ മകൻ സാഹിർ ബാദുഷ, അക്വാ ടോണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി IM എലിയാസ് തിരക്കഥയെഴുതി സംവിധാനം നിർവഹിക്കുന്ന ഹായ് ഗൈസ് എന്ന സിനിമയുടെ പൂജാകർമ്മം തൃശൂർ പുതുക്കാട് ഹോളിഡേ പാർക്കിൽ വെച്ച് നിർവഹിച്ചു. അങ്ങനെ ഇന്നസെന്റിന്റെ മകന്റെ മകൻ ഇന്നസെന്റ് തന്നെയാണ്. ഈ ഇന്നസെന്റിനെ കുറിച്ച് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടു. ഇന്നസെന്റ് എല്ലാ കഴിവും ഒത്തിണങ്ങിയ ഒരു കൊച്ചുമകനാണ്. അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇന്നസെന്റ് തമാശകളും ആ എല്ലാ കാര്യങ്ങളും ദൈവം അനുഗ്രഹിച്ച് കൊടുക്കും എന്നുള്ളത് ഞാൻ പല സ്ഥലത്തും നിന്ന് കേട്ടു. എന്തായാലും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് എന്തായാലും 10 ഗുണം 10 ഗുണം ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല ഒരിക്കലും. സിനിമയുടെ ചോറ് തിന്നിട്ടുള്ള തലമുറകളും അവരുടെ മക്കളെല്ലാം സിനിമയിലേക്ക് കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ടിനിയാണ് ഒരു ദിവസം വിളിച്ചിട്ട് മോൻ അഭിനയിപ്പിക്കുമെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചോക്കെ എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകനും ഗുരുനാഥ സ്ഥാനത്തുള്ള മുകേഷ് മുഖത്തറ പ്രൊഡക്ഷനിൽ തന്നെ വിളിച്ചു. ഇനി പറഞ്ഞതിലൊരു കാര്യമുണ്ട്, മോനെ സിനിമയിൽ അഭിനയിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ വന്ന് അവൻ്റെ അമ്മയോടോ അവനോടോ ചോദിക്കും, എനിക്കറിയില്ല എന്ന് പറഞ്ഞു.
അവരങ്ങനെ വീട്ടിൽ നിന്ന് അമ്മയോടും മോനോടും പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി വന്ന് കഥയൊക്കെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് Z2 ന്യൂസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും CPIM നേതൃത്വം ഇതുവരെ മോചിതരായിട്ടില്ല. നിലമ്പൂരിലെ തോൽവിയോടെ പിണറായി സർക്കാരിന്റെ തകർച്ചയുടെ തുടക്കമാവുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. പിണറായിസവും മരുമോനിസവും അവസാനിക്കാനുള്ള പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നിന്നും ആരംഭിക്കുകയെന്നായിരുന്നു PV അൻവറുടെ പ്രകോപനപരമായ പ്രഖ്യാപനം. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിൽ പിഴവുണ്ടായ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. 30,000-ഓളം +2 സർട്ടിഫിക്കറ്റുകളിലാണ് പിഴവ് കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾക്ക് പുതിയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധതയുണ്ടോ എന്ന് പഠിക്കാൻ സർക്കാർ. ഇതിനായി PRDയെ ചുമതലപ്പെടുത്തി. സർക്കാരിന്റെ പ്രതിച്ഛായയും പഠിക്കും. സർക്കാർ പദ്ധതികളുടെ പുരോഗതിയും ഗുണഭോക്താക്കളുടെ അഭിപ്രായവും PRD ശേഖരിക്കും. PRD പ്രിസം പദ്ധതിയിലെ താത്കാലിക കരാറ് ജീവനക്കാർക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ നടപടിയെന്നത് ഏറെ ശ്രദ്ധേയമാണ്. അമേരിക്കയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരും നെറിയുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അമേരിക്കൻ ധിക്കാരത്തെ തടയിടുക എന്നതിന് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇസ്രയേലിനെയും അദ്ദേഹം വിമർശിച്ചു. ഇസ്രയേൽ എന്തും ചെയ്യാൻ തയ്യാറാണെന്നും സാധാരണ നിലക്കുള്ള മര്യാദകൾ ഒന്നും ബാധകമല്ലെന്ന് വിചാരിക്കുന്ന രാജ്യമാണ് ഇസ്രയേലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ നീതിന്യായ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഇസ്രയേൽ കുറ്റവാളികളാണ്. ഇസ്രയേലിന്റെ ഏറ്റവും ക്രൂരമുഖം കണ്ടത് പലസ്തീനിൽ തന്നെയാണ്. ഇറാൻ നേരെ ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തി. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിച്ച് അണിനിരക്കുമ്പോൾ നമുക്ക് അണിനിരക്കാനാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഖത്തർ വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ വിമാനം മുടങ്ങി. കുടുങ്ങിയവരിൽ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമുണ്ട്. ഒരറിയിപ്പും ഉണ്ടായിട്ടില്ലെന്ന് കുടുങ്ങിയവർ പറയുന്നു. രാവിലെ വിമാനത്തിൽ കയറ്റിയിരുന്നെന്നും പിന്നാലെ തിരിച്ചിറക്കിയെന്നും വിമാനത്താവളത്തിൽ കുടുങ്ങിയവർ പറയുന്നു. എന്തുകൊണ്ടാണ് വിമാനം റദ്ദാക്കിയതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വഴങ്ങി ഇസ്രയേൽ. വെടിനിർത്തൽ പ്രാബല്യത്തിലായെന്നും ട്രംപ് അറിയിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടു. ഇറാനിലുള്ള ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ മടങ്ങുകയാണെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ തിരിച്ചുവിളിച്ചു. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുന്നുവെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഇന്റൻസിവിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ സംഘമാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റില് ഇന്ത്യയെ 5 വിക്കറ്റിന് തകർത്ത് ഇംഗ്ലണ്ട് 5 മത്സര പരമ്പരയില് 1-0 വരെ മുന്നിലെത്തി. ഇന്ത്യ ഉയർത്തിയ 371 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ബെൻ ഡക്കറ്റിന്റെ സെഞ്ചുറി കരുത്തില് ഇംഗ്ലണ്ട് 5 വിക്കറ്റ് നഷ്ടത്തില് മറികടന്നു. സെഞ്ചുറി നേടിയ ഡക്കറ്റിന് പുറമെ ഓപ്പണർ സാക്ക് ക്രോളിയും ജോ റൂട്ടും ഇംഗ്ലണ്ടിനായി അരസെഞ്ചുറികൾ നേടി. 170 പന്തില് 149 റൺസെടുത്ത ഡക്കറ്റിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിന്റെ ജയം അനായാസമാക്കിയത്. സാക്ക് ക്രോളി 65 റൺസടിച്ചപ്പോൾ ജോ റൂട്ട് 53 റൺസുമായും ജാമി സ്മിത്ത് 44 റൺസുമായും പുറത്താകാതെ നിന്നു. ന്യൂസ് ഡെസ്ക് Z2 ന്യൂസ്. തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പില് കുരുങ്ങിയതിന് പിന്നാലെ കാണാതായ യുവതിയെ കണ്ടെത്തി. കിളിമാനൂര് സ്വദേശി പാർവതിയെ തമ്പാനൂർ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കവേ സംശയം തോന്നി പോലീസ് ചോദിച്ചറിയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് Z2 ന്യൂസ്. മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിക്കുന്ന മിറാഷ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സൂപ്പർ ഹിറ്റ് സംവിധായകൻ ദത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഡിജിറ്റൽ ഇല്യൂഷൻ വീഡിയോ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ ഫസ്റ്റ് ലുക്കും ഏവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഹക്കിം ഷാജഹാൻ, ദീപക് പറമ്പോൾ, ഹന്ന റെജി കോശി, സമ്പത്ത് രാജ് എന്നിവരാണ് മിറാഷിലെ മറ്റു പ്രമുഖ താരങ്ങൾ. ന്യൂസ് ഡെസ്ക് Z2 ന്യൂസ്.
UDF-ന് ഒപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും മുന്നോട്ടു പോകുമെന്ന് അൻവർ. UDF-ൽ എടുത്താല് ബേപ്പൂരിലെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. പിണറായിസവും മരുമോനിസവുമാണ് ഇവിടുത്തെ വിഷയമെന്നും അത് ഇനിയും സ്വരാജ് മനസ്സിലാക്കിയില്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ അവസ്ഥ എവിടെയും വരുമെന്നും അദ്ദേഹം വിമർശിച്ചു. VD സതീശനോട് ചർച്ചയ്ക്ക് മടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. എല്ലാവരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ്. നല്ലൊരു തീരുമാനത്തിലേക്ക്, മാന്യമായൊരു അക്കോമഡേഷനിലേക്ക് വരികയാണെങ്കിൽ മരുമോനിസത്തിന്റെ വേരെറുക്കാന് 2026 മേയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പില് ബേപ്പൂരില് ഞാൻ മത്സരിക്കും. അവര് ആലോചിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. ഇസ്രയേല് ഇറാന് സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ലെബനനിലും ഇസ്രയേല് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. തെക്കന് ലെബനനിലെ ഗ്രാമപ്രദേശത്ത് ആക്രമണം നടക്കുന്നുവെന്നാണ് വിവരം. എയർ ഇന്ത്യയുടെ AR-130 വിമാനം ലണ്ടൻ ഹീത്രോയിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്നതിനിടെയാണ് യാത്രക്കാരിൽ ചിലർക്കും ഏതാനും ജീവനക്കാർക്കും തലകറക്കവും ഓക്കാനവും അനുഭവപ്പെട്ടത്. നേരത്തെ വിവരം കൈമാറിയതനുസരിച്ച് വിമാനം മുംബൈയിൽ സുരക്ഷിതമായി ഇറങ്ങിയ ഉടൻ വൈദ്യസംഘം സഹായം നൽകാനെത്തി. തുടർന്നും അസ്വസ്ഥതകൾ പ്രകടമായിരുന്ന 2 യാത്രക്കാരെയും 2 ജീവനക്കാരെയും കൂടുതൽ പരിശോധനകൾക്കായി മെഡിക്കൽ വിമാനത്താവളത്തിലെ റൂമിലേക്ക് മാറ്റി. പിന്നീട് ഇവരെ ഡിസ്ചാർജ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചതായും എയർ ഇന്ത്യ വക്താവ് കൂട്ടിച്ചേർത്തു. ജാനേമൻ, ജയ 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 ഹേ, പാലിമി എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾക്ക് ശേഷം ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിക്കുന്ന ധീരൻ റിലീസിന് തയ്യാറായി. ജൂലൈ 4-നാണ് ചിത്രം പ്രദർശനത്തിനെത്തുക. പോസ്റ്ററിൽ മാല പടക്കം പിടിച്ചു നിൽക്കുന്ന നായകൻ രാജേഷ് മാധവനും കൂടാതെ സഹതാരങ്ങളായ ജഗദീഷ്, സുധീഷ്, മനോജ് കെ ജയൻ, അശോകൻ എന്നിവരുള്ള പോസ്റ്റർ നേരത്തെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇതിനു മുൻപ് ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത് തീർത്തും പക്ക ഫൺ എന്റർടൈനർ തന്നെയാകും ധീരൻ എന്നാണ്. ഭീഷ്മപർവം എന്ന ഒറ്റ മെഗാഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ദേവദത്ത് ഷാജി സംവിധായകനാകുന്നു എന്ന സവിശേഷതയും ധീരനുണ്ട്. ചിത്രത്തിന്റെ രചനയും ദേവദത്ത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. നിലമ്പൂരിന്റെ നിയുക്ത MLA-ആയി ആര്യാടൻ ഷൗക്കത്ത്. UDF വിജയം 11,005 വോട്ടുകൾക്ക്. ആവേശം നിറച്ച നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ പ്രചാരണ വേളകൾ മറികടന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ കളം നിറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത്. വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം ഒരു നിമിഷം പോലും പിന്നിലേക്ക് പോകുകയോ എതിരാളികൾക്ക് മുന്നേറാൻ അവസരം നൽകുകയോ ചെയ്യാത്ത തിളക്കമാർന്ന വിജയമാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയെടുത്തത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതാദ്യമായാണ് സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭ തിരഞ്ഞെടുപ്പും നേരിടാൻ UDF-ന് ആത്മവിശ്വാസം പകരുന്നതാണ് നിലമ്പൂരിലേത്. നിലമ്പൂരിലേത് ടീം UDF-ന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് വെറുപ്പാണ്. UDF അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളുമായി തിരിച്ചുവരും. ആര്യാടൻ ഷൗക്കത്തിന്റെ മികച്ച വിജയം ടീം UDF-ന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ തിരിച്ചുവരവിനു വേണ്ടിയുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പരിഹാസ പോസ്റ്റുമായി റെഡ് ആർമി ഫേസ്ബുക്ക് ഗ്രൂപ്പ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടെയാണ് റെഡ് ആർമി ഗ്രൂപ്പിലെ പോസ്റ്റ്. അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി സഹകരിച്ചു എന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പട്ടം SUT ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് VS. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഉജ്ജ്വല വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയ്ക്ക് നന്ദിയുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സെമിഫൈനലിൽ UDF വിജയിച്ചു. ഇനി ഫൈനലും വിജയിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പിണറായി വിജയൻ രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും മുഴുവൻ പ്രവർത്തകർക്കും ബിഗ് സല്യൂട്ട് എന്നായിരുന്നു ചെന്നിത്തലയുടെ അഭിനന്ദനം. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമാണ് നിലമ്പൂരിലേതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ലാതായിരിക്കുന്നു. ഇടതുമുന്നണി ഗവൺമെന്റ് കേവലം ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ പരിപൂർണമായി തിരസ്കരിച്ചിരിക്കുകയാണ്. പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരാണ് ജനവിധിയെന്നും സർക്കാരിന്റെ വിലയിരുത്തലാണെന്നും PV അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
പിണറായി വിജയൻ വർഗീയമായി വോട്ട് പിടിക്കാൻ നോക്കി. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം നഷ്ടമായി. അൻവർ 2000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് തനിക്ക് കിട്ടിയ 20,000 വോട്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ പിണറായി വിജയന് താഴെയിറക്കാം. UDF പുറം കാൽ കൊണ്ട് ചവിട്ടിയതുകൊണ്ടാണ് അവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞത്. ഇനിയെങ്കിലും UDF എല്ലാവരെയും കൂടെ കൂട്ടണം. കൃത്യമായ ധാരണയോടെ ഒരുമിക്കണം. മലയോര മേഖലയുടെയും കടലോര ജനതയുടെയും സംരക്ഷണം UDF ഏറ്റെടുക്കണം. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ റെയിൽവേ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ചു. ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തും. രാവിലെ 10 മണിക്ക് കോഴിക്കോട് നിന്നും ആരംഭിച്ച് ഉച്ചയ്ക്ക് 1:05 പാലക്കാട് എത്തുന്ന രീതിയിലാണ് ട്രെയിനിന്റെ സമയക്രമീകരണം. പാലക്കാട് നിന്നും ഉച്ചയ്ക്ക് 1:50 പുറപ്പെടുന്ന ട്രെയിൻ തിരികെ കണ്ണൂർ വരെ സർവീസ് നടത്തും. 7:40 കണ്ണൂരിലെത്തുക. ഷൊർണൂർ കണ്ണൂർ ട്രെയിനാണ് പാലക്കാടേക്ക് നീട്ടിയത്. പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാകും സർവീസ് നടത്തുക. ഇസ്രയേൽ ഇറാൻ സംഘർഷം 10ാം നാളിലേക്ക് കടക്കവെ അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം ഇറാനെതിരെ ഉണ്ടാകുമോയെന്ന ആശങ്ക ശക്തമാകുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെത്തി ഇക്കാര്യത്തിൽ തീരുമാനം വൈകാതെ തന്നെ കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനിടയിൽ ആശങ്ക ശക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉഗ്രപ്രഹരശേഷിയുള്ള US വ്യോമസേന B-2 ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പസഫിക് സമുദ്രത്തിന് കുറുകെ പോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇൻഡിഗോ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഗുവാഹത്തി ചെന്നൈ വിമാനം ഇറക്കിയത് ബംഗളൂരുവിൽ. വിമാനത്തിൽ മതിയായ ഇന്ധനം ഉണ്ടായിരുന്നില്ല. 168 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനം സമയത്ത് ചെന്നൈയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല. ശേഷം ഇന്ധനം കഴിയാറായി എന്ന് പൈലറ്റ് അറിയിച്ചതിനെ തുടർന്ന് വിമാനം ബാംഗ്ലൂരിലിറക്കി. ഇന്ധനം കുറവായതിനെ തുടർന്ന് പൈലറ്റ് മേയുടെ സന്ദേശം നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ ബുള്ളറ്റിലെത്തി മാല പൊട്ടിച്ച കേസിലെ 2 പ്രതികളെയും പിടികൂടി തൃശൂർ റൂറൽ പോലീസ്. എറണാകുളം ചേരാനെല്ലൂര് സ്വദേശി തൃക്കോക്കാരന് വീട്ടിലെ റോഷന്, വരാപ്പുഴ ചിറക്കതും സ്വദേശി ഗാഡിയൻപറമ്പ് വീട്ടിലെ ശരത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കവർച്ച ചെയ്ത മാലകളും കവർച്ചക്കായി ഉപയോഗിച്ച ബുള്ളറ്റ് മോട്ടോര് സൈക്കിളും മാല വിറ്റുവാങ്ങിയ സ്മാർട്ട് ഫോണുകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം JSK ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. ജൂൺ 27 സിനിമ റിലീസ് ചെയ്യാനിരിക്കെയാണ് റിലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. സംവിധായകന് പ്രവീൺ നാരായണനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സിനിമ 27 തിയേറ്ററുകളിൽ എത്തില്ലെന്നും സംവിധായകൻ അറിയിച്ചു. ഇസ്രയേലിന് സൈനിക സാമഗ്രികൾ നൽകരുതെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. നൽകുന്നവർ ഇറാന്റെ ലക്ഷ്യമായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. ഇസ്രയേലിനെ സഹായിക്കുന്നവരെ യുദ്ധത്തിൽ കക്ഷിയായി കണക്കാക്കും. യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നാലും ആണവ സമ്പുഷ്ടീകരണം നിർത്തില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കെ. മണികണ്ഠൻ രാജിവെച്ചു. പെരിയ ഇരട്ട കൊലക്കേസിലെ 14ാം പ്രതിയായ ഇദ്ദേഹത്തെ കോടതി 5 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കുകയും പ്രതികളായ നേതാക്കൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. കൊലക്കേസ് പ്രതിയായ ഇദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ പരാതിയും നൽകിയിരുന്നു. ഈ മാസം 26 അന്തിമ ഹിയറിംഗ് നടക്കാനിരിക്കെയാണ് രാജി. മെമ്പർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്നാൽ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്ന് ഹൂതികളുടെ ഭീഷണി. ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ നീങ്ങുമോയെന്ന കാര്യത്തിൽ അമേരിക്ക ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 9ാം ദിവസത്തിലെത്തിയിട്ടും അവസാനിക്കുന്നതിന്റെ സൂചനകളൊന്നും ഇതുവരെയില്ല. പിന്നാലെയാണ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഹൂതി സായുധ സേന രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. മന്ത്രി വി ശിവൻകുട്ടിയുടേത് ശരിയായ ദിശയിലുള്ള നടപടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മന്ത്രി നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ഭരണഘടനാപരമായ രീതി ലംഘിച്ചുവെന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത്. ഔദ്യോഗിക ചടങ്ങിൽ RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി.
ഹണിട്രാപ്പ് കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കീർത്തി പട്ടേലിനെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതി ലഭിച്ച് 10 മാസത്തിനു ശേഷമാണ് അറസ്റ്റ്. ഇത്രയും കാലം കീർത്തി ഒളിവിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ 1 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള കീർത്തി പട്ടേലിനെ അഹമ്മദാബാദിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി. കെട്ടിട നിർമ്മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൂററ്റ് പോലീസ് കഴിഞ്ഞ വർഷം ജൂൺ 2-ന് കീർത്തിക്കും മറ്റ് 4 പേർക്കുമെതിരെ FIR ഫയൽ ചെയ്തിരുന്നു. പ്രതികൾക്കെതിരെ കോടതി അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പിന്നാലെ കീർത്തി മുങ്ങി. എന്നാൽ മറ്റു 4 പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തു. ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയ ശേഷം പ്രതികൾ കെട്ടിട നിർമ്മാതാവിൽ നിന്ന് 2 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി സൂറത്തിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അലോക് കുമാർ പറഞ്ഞു. നഗരങ്ങൾ മാറി മാറി താമസിച്ചും വ്യത്യസ്ത സിം കാർഡുകൾ ഉപയോഗിച്ചുമാണ് കീർത്തി ഒളിവിൽ കഴിഞ്ഞതെന്നും പോലീസ് പറഞ്ഞു. സാങ്കേതിക സംഘത്തിന്റെയും സൈബർ വിദഗ്ധരുടെയും സഹായത്തോടെ അഹമ്മദാബാദിലെ സർക്കേജ് പ്രദേശത്തിൽ കീർത്തി ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് സൂറത്ത് പോലീസ് എത്തിയത്. അമിത് ഷാ ശകുനി എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തമിഴ്നാട്ടിൽ കറങ്ങി നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPIM തമിഴ്നാട്ടിലാകെ നടത്തിയ ജനസമ്പർക്ക പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് ചെന്നൈയിലെ അമ്പട്ടൂരിൽ നടന്ന വമ്പിച്ച പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് കടലൂരിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ബന്ധു. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതോടെ കുട്ടിയുടെ അച്ഛന് തോന്നിയ സംശയമാണ് ബന്ധുവിന്റെ ക്രൂരത പുറം ലോകത്തെ അറിയിച്ചത്. പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിക്ക് പരിക്കേറ്റു. ഉടുമ്പൻചോലയിലെ സഞ്ചരിക്കുന്ന ബാറുകള് ഇനി പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് അന്ത്യവിശ്രമം. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഡോണും ബട്ടർഫ്ലൈയുമായി വിലസി നടന്നിരുന്ന 2 ഓട്ടോറിക്ഷകൾ ഇനി പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വിശ്രമിക്കും. ചെമ്മണ്ണാർ, മാങ്ങാത്തൊട്ടി മേഖലകളിൽ സഞ്ചരിക്കുന്ന ബാറുകളായി പ്രവർത്തിച്ചിരുന്ന ഓട്ടോറിക്ഷകളാണ് പോലീസ് പിടികൂടിയത്. മദ്യവിൽപ്പന നടത്തിയ ഉടമകളും അകത്തായി. ഒരേസമയം ഒരു നാട്ടിലെ മദ്യപാനികൾക്ക് ആശ്വാസവും അവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണീരുമായിരുന്നു ഈ ഓട്ടോറിക്ഷകൾ. സവാദ് വീണ്ടും അറസ്റ്റിൽ. KSRTC ബസിൽ യുവതിക്കെതിരെ മാനഹാനി വരുത്തിയെന്ന കേസിൽ വടകര സ്വദേശി സവാദ് അറസ്റ്റിൽ. സമാനമായ കേസിൽ ഇയാൾ നേരത്തെയും അറസ്റ്റിലായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സവാദിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ സർക്കാർ ഗവർണർ പോരുമുറുകുന്നതിനിടെ ഗവർണർക്കെതിരെ ബാനർ കെട്ടി SFI. തിരുവനന്തപുരം പാളയത്തെ സംസ്കൃത കോളേജിലാണ് RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജഭവൻ എന്നെഴുതിയ ബാനർ SFI പ്രവർത്തകർ കെട്ടിയത്. മുംബൈയിലെ വാഹനാപകടത്തിലെ മലയാളി ദമ്പതികൾ മരിച്ചു. ചെങ്ങന്നൂര് സ്വദേശികളായ വിനോദ് പിള്ള, ഭാര്യ സുഷമ എന്നിവരാണ് മരിച്ചത്. ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിലൂടെ ഇറാനിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. വിദ്യാർത്ഥികളടക്കം 1000 പേരുമായി ഇന്ന് രാത്രിയും നാളെയുമായി 3 വിമാനങ്ങൾ ദില്ലിയിലെത്തും. വടക്കൻ ഇറാനിലെ നഗരമായ മസ്ഹദിൽ നിന്നുള്ള വിമാനം രാത്രി 11:30 ദില്ലിയിലെത്തും. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭൂരിപക്ഷം 5000-ൽ കുറയില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. UDF വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. MV ഗോവിന്ദന്റെ RSS പ്രസ്താവന UDFന് ഗുണമായി. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFന്റെ സാധ്യതയെ ബാധിക്കില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും മുരളീധരൻ പറഞ്ഞു. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചക്കകം തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്ക ഇസ്രയേലിനൊപ്പം സംഘർഷത്തിൽ പങ്കുചേരുന്നതിനെതിരെ നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. അനർഹരായ 150 പേർ വീടുകൾ തട്ടിയെടുത്തതായി കണ്ടെത്തി. രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ ബന്ധവും മുതലെടുത്താണ് തട്ടിപ്പെന്ന് വിജിലൻസ് കണ്ടെത്തൽ. 27 പേർ സർക്കാരിൽ നിന്ന് തട്ടിയെടുത്തത് 1,14,00,000 രൂപയെന്ന് പ്രാഥമിക കണക്ക്. CPIM പ്രതിനിധിയും കോൺഗ്രസ് നേതാവും തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് കണ്ടെത്തൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിക്കുക. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ഇങ്ങനെ തട്ടിയെടുത്തത്. കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസുകാരെ ആക്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. 20 പേരെയാണ് റിമാൻഡ് ചെയ്തത്. ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ 4 വർഷം മുമ്പുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള SP ഓഫീസ് മാർച്ചാണ് സംഘർഷത്തിനു വഴിമാറിയത്. സംഘർഷത്തിൽ കൊട്ടാരക്കര CIയും വനിതാ സിപിഒമാരും ഉൾപ്പെടെ 12 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടർന്ന് ബംഗാൾ രാജ്ഭവനും.
വിവാദ ചിത്രം ഉപയോഗിക്കാൻ ഗവർണർ സിസ്റ്റർ വി ആനന്ദബോസിന്റെ നിർദ്ദേശം. വിവാദം തുടരുമ്പോഴും രാജ്ഭവനിലെ പരിപാടികളിൽ തുടർന്നും ഭാരതാംബ ചിത്രം ഉപയോഗിക്കാനാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിർദ്ദേശം. വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFI തീരുമാനം. സ്കൂളുകളിലെ സൂംബ പരിശീലന ചുമതല ഏൽപ്പിച്ചതിനെതിരെ കായിക അധ്യാപകര് രംഗത്ത്. പോസ്റ്റുകളുടെ കുറവ് ഉൾപ്പെടെ കായിക അധ്യാപകര് നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് സൂംബ ചുമതല നൽകുന്നത്. തസ്തിക പുനർനിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കായിക അധ്യാപകർ പുറത്താകും. പരിഹാരം ആവശ്യപ്പെട്ട് കായിക അധ്യാപകരുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി നൽകി. ഇസ്രയേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ഇസ്രയേൽ ബീർഷബയിൽ താമസ സ്ഥലങ്ങൾക്കു നേരെയാണ് ഇറാൻ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരവധി വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളപായ സൈറനുകൾ മുഴങ്ങുന്നു. ഇറാന്റെ നിരവധി ഡ്രോണുകൾ ഇന്നലെ രാത്രി ഇസ്രയേൽ തകർത്തിരുന്നു. കണ്ണൂർ കായലോട് റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായിസമെന്ന് കണ്ണൂർ CIT പോലീസ് കമ്മീഷണർ. പ്രതികൾക്കെതിരെ ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തി. റസീനയുടെ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതായി കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി. സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നതൊന്നും ആത്മഹത്യക്കുറിപ്പിലില്ല. യുവാവിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നെന്നും ഇയാളെ കാണാനില്ലെന്നും കമ്മീഷണർ അറിയിച്ചു. വിമാനത്തിനകത്ത് ജീവനക്കാരുമായും സഹയാത്രികരുമായും പ്രശ്നങ്ങളുണ്ടാക്കിയ വനിതാ ഡോക്ടർ കാരണം യാത്ര വൈകിയത് 2 മണിക്കൂറിലധികം. ഒടുവിൽ ഈ യാത്രക്കാരിയെ പുറത്തിറക്കിയ ശേഷമാണ് വിമാനത്തിന് പുറപ്പെടാനായത്. വിമാനത്തിൽ നിന്നിറക്കി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി അവിടെയും അസഭ്യവർഷം തുടർന്നു. RJ ബാലാജിയുടെ സംവിധാനത്തിലുള്ള സൂര്യയുടെ മാഗ്നം ഓപ്പസ് കൊമേഴ്സ്യൽ എന്റർടൈനർ ചിത്രത്തിന് കറുപ്പ് എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. കറുപ്പിന്റെ ടൈറ്റിൽ പോസ്റ്റർ ചിത്രത്തിന്റെ സംവിധായകനായ RJ ബാലാജിയുടെ പിറന്നാൾ ദിനമായ ഇന്ന് റിലീസ് ചെയ്തു. ഡ്രീം വാരിയർ പിക്ചേഴ്സ് വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രമാണിത്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി P പ്രസാദിന് പിന്നാലെ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയാണ് മന്ത്രി ബഹിഷ്കരിച്ചത്. പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത്. നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകമെന്ന് റാപ്പർ വേടൻ. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളിൽ കൂടുതൽ ഇഷ്ടം M സ്വരാജിനോട്. എന്നാൽ താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല, സ്വതന്ത്ര പാട്ടെഴുത്തുകാരനാണ് ഞാൻ. നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് കുഴപ്പത്തിലാകാൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് ഇസ്രയേല് ആക്രമണത്തില് അമേരിക്ക നേരിട്ട് സൈനിക ഇടപെടലുകൾ നടത്തിയേക്കുമെന്ന സംശയത്തിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാന്. അമേരിക്ക ആക്രമിച്ചാല് എല്ലാ വഴികളും മുന്നിലുണ്ടെന്ന് ഇറാന് വിദേശകാര്യ സഹമന്ത്രി ഖാസിം ഗരിബാബാദി പറഞ്ഞു. സംഘർഷം വഷളാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമെങ്കിൽ അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. അശ്ലീല വീഡിയോ കാണിച്ച് 12-കാരിയെ 2022 മുതൽ 2023 വരെ പീഡിപ്പിച്ചു. മലപ്പുറത്ത് 60-കാരൻ കൃഷ്ണന് 145 വർഷം കഠിന തടവ് ശിക്ഷ. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 60 വയസ്സുകാരന് 145 വർഷം കഠിന തടവ് ശിക്ഷ. മലപ്പുറം അരീക്കോട് കാവനൂർ സ്വദേശി പള്ളിയാളിതൊടി കൃഷ്ണൻ 60-നെതിരെ മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയുടേതാണ് വിധി. തടവിന് പുറമെ 8,77,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പിഴ അടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകണം. അശ്ലീല വീഡിയോ കാണിച്ചാണ് ഗുരുതര പീഡനത്തിനാണ് കുട്ടിയെ ഇരയാക്കിയത്. 2022 മുതൽ 2023 വരെ 1 വർഷമാണ് പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. മലപ്പുറം വനിതാ സ്റ്റേഷനാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. BJP ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, CPIM അതിന് പിന്തുണ നൽകുന്നു. രമേശ് ചെന്നിത്തല. MV ഗോവിന്ദന്റെ RSS കൂട്ടുകെട്ട് പരാമർശം നിലമ്പൂരിൽ RSS വോട്ട് കിട്ടാനുള്ള കള്ളക്കളിയെന്ന് രമേശ് ചെന്നിത്തല. RSSുമായി CPIMന് എക്കാലത്തും അന്തർധാര. ഇപ്പോഴത്തെ പരാമർശം M സ്വരാജിന് വോട്ട് നേടാനുള്ള കൂർമ്മ ബുദ്ധിയാണെന്നും ചെന്നിത്തല വിമർശിച്ചു. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള അന്തരീക്ഷം വിദ്യാലയങ്ങളിലും വീടുകളിലുണ്ടാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകർ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നിൽക്കണം. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയിലൂടെ ഇതിന് പ്രാപ്തരാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നടന് ആര്യയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ആദായനികുതി വകുപ്പിന്റെ പരിശോധന. ചെന്നൈ അണ്ണാനഗർ, കൊട്ടിവാക്കം, വേലാജേരി എന്നിവിടങ്ങളിലാണ് റെയ്ഡ്. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് സംഘമാണ് പരിശോധന നടത്തുന്നത്. നികുതി വെട്ടിപ്പ്, വരവിൽക്കവിഞ്ഞ സ്വത്ത് സമ്പാദനം തുടങ്ങി ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. 19-ാം വയസ്സിൽ ഇഷ്ടമില്ലാത്ത വിവാഹം.
22കാരനായ ഭർത്താവിനെ വിവാഹം കഴിഞ്ഞ് 9ാം മാസം കീടനാശിനി കലർത്തിയ കോഴിക്കറി കൊടുത്ത് കൊന്ന യുവതി. തിങ്കളാഴ്ച ജാർഖണ്ഡിലെ ഗർവ ജില്ലയിലെ ബാഹോബുദാർ ഗ്രാമത്തിലാണ് സംഭവം. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് ഇഷ്ടമില്ലാതെ നടന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കടുങ്കൈ ചെയ്തത്. പാരസെറ്റമോളിൽ കമ്പി കഷ്ണമെന്ന് പരാതി. മണ്ണാർക്കാട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് നൽകിയ പാരസെറ്റമോൾ ഗുളികയിൽ കമ്പിക്കഷ്ണമെന്ന് പരാതി. മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനുവേണ്ടിയാണ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയത്. പശുക്കടത്ത് ആരോപിച്ച് ഗോസംരക്ഷകരുടെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ യുവാക്കളിൽ ഒരാൾ മരിച്ചു. മധ്യപ്രദേശിലെ റേസൻ ജില്ലയിലെ മെഹ്ഗാവ് സ്വദേശിയായ ജുനൈദാണ് മരിച്ചത്. മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു യുവാവ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ജുനൈദ് മരണപ്പെട്ടത്. ജൂൺ 5-നാണ് മെഹ്ഗാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ജുനൈദും മറ്റൊരു യുവാവും ഗോസംരക്ഷകരുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ ഓൺലൈൻ യോഗത്തിലാണ് അനുമതി നൽകിയത്. അന്തിമ അനുമതിക്കായി പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിക്കും. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കത്തിനും ആംബുലൻസ് സർവീസിനും റോപ്പ് വേ ഉപയോഗിക്കാനാകും. ഗോവയിൽ 22കാരിയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ. ബംഗളൂരു സ്വദേശിയായ സഞ്ജയ് എന്ന 22കാരനാണ് പിടിയിലായത്. വിവാഹം കഴിക്കാനായി ഗോവയിലെത്തിയ ശേഷം ഉണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ കല്ലൂർക്കാട് എസിയെ കാര് കയറ്റി അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 1-ാം പ്രതി കോടതിയിൽ കീഴടങ്ങി. മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 2-ാം പ്രതി തൊടുപുഴ സ്വദേശി ആഫീസ് ഇപ്പോഴും ഒളിവിലാണ്. സാഹസിക ദൗത്യത്തിനിടെ അമേരിക്കയിലെ ഡെമനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകന് ഷെയ്ഖ് ഹസന് ഖാന് സുരക്ഷിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധ. തമിഴ്നാട് സ്വദേശികളുടെ കുട്ടിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് 21 ക്വാറികൾക്ക് കൂടി അനുമതി നൽകാൻ സർക്കാർ തീരുമാനം. സംസ്ഥാന വന്യജീവി ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വിവിധ വന്യജീവി സങ്കേതങ്ങളുടെയും നിർദ്ദിഷ്ട ഇക്കോ സെൻസിറ്റീവ് സോണുകളുടെയും 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്വാറികൾ അനുവദിക്കുക. കൂടുതൽ ക്വാറികൾ അനുവദിക്കുക പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടും എറണാകുളത്തും 4 വീതം ക്വാറികൾ അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതോടൊപ്പം തിരുവനന്തപുരം, മലപ്പുറം ജില്ലയിലും ക്വാറികൾ വരും. മറ്റ് ജില്ലകളിൽ ചെറിയ തോതിലുള്ള ക്വാറികൾ അനുവദിക്കാനും നിർദ്ദേശമുണ്ട്. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടെന്ന കേസിൽ 47 പ്രവാസി സ്ത്രീകൾ ഒമാനിലെ അറസ്റ്റില്. റോയൽ ഒമാന് പോലീസ് ചൊവ്വാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. 21 ഈജിപ്ത് സ്വദേശിനികള്, 10 ഇറാന് സ്വദേശിനികള്, 8 പാകിസ്ഥാനി വനിതകള്, 4 തായ്ലൻഡ് സ്വദേശിനികള്, 2 ഉസ്ബെക്കിസ്ഥാന് സ്വദേശിനികള്, 2 മൊറോക്കന് യുവതികള് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായ സ്ത്രീകൾക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. നിലപാടിലെ കണിശതയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് നടൻ ജോയ് മാത്യു. സാധാരണ പൗരൻ കാണുന്നതുപോലെയാണ് താനും കാണുന്നത്. ഒരാൾ സമ്മതിദാന അവകാശം ആർക്ക് കൊടുക്കുന്നു എന്നതിലാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അസഹിഷ്ണുത പുലർത്തുന്ന പാർട്ടിക്കെതിരെയാണ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചത്. സ്വരാജ് നല്ല മനുഷ്യനും പാർട്ടിക്കാരനുമാണ്. പക്ഷേ നല്ല പൊതുപ്രവർത്തകനല്ല. അൻവർ അല്ല ഏത് പൊട്ടൻ നിന്നാലും ആ വോട്ട് കിട്ടും. കടന്നലിനെ UDF-ൽ എടുക്കാതിരുന്നതിൽ VD സതീശന് സല്യൂട്ട് ചെയ്യുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിന്. ഹൃദയമിടിപ്പും ശ്വസനവും ജീവന് രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം തുടരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ക്രെഡിറ്റ് വിവാദത്തിലെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആരും നോക്കരുതെന്നും രമേശ് ചെന്നിത്തലയുടെ നീക്കം പുതിയ പ്രവണതയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും വിജയത്തിലെ നിർണായക പങ്കെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെച്ച സംഭവത്തില് സിനിമയ്ക്ക് പിന്തുണയുമായി ഫെഫ്ക തിങ്കളാഴ്ച സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന സമരം നടത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് K. കുഞ്ഞികൃഷ്ണന്.
2023 പുരസ്കാരത്തിനാണ് അർഹനായത്. മലയാള ടെലിവിഷന് രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കെ കുഞ്ഞികൃഷ്ണന് പുരസ്കാരം നൽകുന്നതിന് തെരഞ്ഞെടുത്തതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. 2 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. എറണാകുളം ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മലയാറ്റൂർ, നീലീശ്വരം പഞ്ചായത്തിലെ ഫാമുകളിലെ പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലയാറ്റൂർ, നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ പന്നി ഇറച്ചി വിൽപ്പന നിരോധിച്ചു. പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രോട്ടോകോൾ പ്രകാരം ഫാമിലെ 34 പന്നികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉച്ചയോടെ കൊന്നു സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം. തത്സമയ സംപ്രേഷണത്തിനിടെ മിസൈൽ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ഔദ്യോഗിക ചാനൽ സംപ്രേഷണം നിർത്തിയില്ല. ആക്രമണത്തിന് പിന്നാലെ ചാനൽ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിച്ചു. ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIB ചാനലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിലെ ഇന്ത്യന് വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിത്തുടങ്ങി. 148 കിലോമീറ്റർ അകലെയുള്ള കോം നഗരത്തിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ നിന്നും അർമേനിയൻ അതിർത്തി വഴി വിദ്യാർത്ഥികളെ മാറ്റാനാണ് നീക്കം. UDFന്റെ കുറച്ചു വോട്ട് PV അൻവറിന് പോയേക്കാമെന്ന് രമേശ് ചെന്നിത്തല. 9 വർഷം MLA ആയതുകൊണ്ട് അൻവർ കുറച്ചു വോട്ട് പിടിക്കും. അൻവർ കൂടുതലും പിടിക്കുക LDFന്റെ വോട്ട് ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അടുപ്പമുള്ളവരോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് M സ്വരാജ് പറഞ്ഞു. സൗഹൃദ സന്ദർശനം എന്ന് സ്വരാജ് വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള സംഘർഷത്തില് ഇറാന് വിജയിക്കാന് പോകുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇസ്രയേല് സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് പ്രതികരണം. വളരെ വൈകുന്നതിന് മുൻപ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം. തിരുവനന്തപുരം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ കടമെഴുതി തള്ളാൻ തീരുമാനം. പ്രതിഷേധക്കാരും ബാങ്ക് അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്ക് അധികൃതരെന്ന് ആരോപിച്ചാണ് VSDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ഒരു ഷട്ടറാണ് 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയത്. പന്നിയാർ പുഴയിലേക്കാണ് വെള്ളം തുറന്നുവിട്ടത്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.